ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ മോഹൻലാൽ സിനിമകളിലൂടെ 143 ഭാഗത്തിലെ വഴിയോര കാഴ്ചകൾ എന്ന ചലച്ചിത്രങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. തമ്പി കണ്ണന്താനത്തിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ, രതീഷ്, അംബിക, സുരേഷ് ഗോപി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1987 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വഴിയോര കാഴ്ചകൾ. ഷാരോൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ തമ്പി കണ്ണന്താനം നിർമ്മിക്കുന്ന ഈ ചിത്രം ജൂബിലി പിക്ചേഴ്സ് 1987 ആഗസ്റ്റ് 28 തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തിച്ചു. തിരക്കഥ, സംഭാഷണം എന്നിവ ഡെന്നീസ് ജോസഫിൻ്റേതാണ്. ഛായാഗ്രഹണം ജയാനൻ വിൻസെൻറ്റും എഡിറ്റിംഗ് കെ ശങ്കുണ്ണിയും നിർവഹിച്ചിരിക്കുന്നു. പശ്ചാത്തല സംഗീതം ഒരുക്കിയത് SP വെങ്കടേഷാണ്. ഷിബു ചക്രവർത്തി രചിച്ച് SP വെങ്കടേഷ് സംഗീതം നൽകിയ മനോഹര ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. പവിഴമല്ലിപ്പൂവുറങ്ങി പകലു പോകയായി, ഓണനാളിൽ താഴെ കാട്ടിൽ ഒരു കിളി തപസിരുന്നു, കരിമണ്ണൂരൊരു ഭൂതത്താനുടെ ഭൂതപ്പൂട പറിച്ചൊരുവൻ, യദുകുല ഗോപികേ പാൽക്കുടം ഏന്തി യെരൂശലേം വീഥിയിൽ എന്തിനു വന്നു നീ എന്നീ 4 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഈ ഗാനങ്ങൾ P. ജയചന്ദ്രൻ, ചിത്ര, ഉണ്ണിമേനോൻ എന്നിവർ ആലപിച്ചിരിക്കുന്നു. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാഘവൻ അഥവാ ആൻ്റണി ഐസക്കായി മോഹൻലാൽ, ബാബുരാജായി രതീഷ്, ശ്രീദേവിയായി അംബിക, സംഗീതാധ്യാപകനായ സ്റ്റീഫനായി ജഗദീഷ് ശ്രീകുമാർ, അശോകായി സുരേഷ് ഗോപി, വൈദ്യരായി ചാരുഹാസൻ, ശ്രീദേവിയുടെ അമ്മയായി മീന, ലളിതയായി ജയരേഖ, രവിയായി MG സോമൻ, പീറ്ററായി സിദ്ദിഖ്, ഇൻസ്പെക്ടർ ചാണ്ടിയായി മോഹൻ ജോസ് എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. IPSകാരനായ ബാബുരാജ് ശ്രീദേവിയെ വിവാഹം കഴിക്കുന്നു. ബാബുരാജിൻ്റെ സഹോദരനാണ് അശോകൻ. ബാബുരാജിനുണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റിൽ ശരീരം തളർന്ന് സംസാരിക്കാനാകാതെ ബാബുരാജ് കിടപ്പിലാകുന്നു. എങ്കിലും ശ്രീദേവി ബാബുരാജിനെ നന്നായി സംരക്ഷിക്കുന്നു. ആ സമയത്താണ് രാഘവൻ എന്ന ചെറുപ്പക്കാരനായ ലോറി ഡ്രൈവറെ ശ്രീദേവി പരിചയപ്പെടാനിടയാകുന്നത്. രാഘവൻ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ബാബുരാജിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുവാനായി ഒരു വൈദ്യൻ്റെ സഹായം തേടാൻ രാഘവൻ ശ്രീദേവിയെ അറിയിക്കുന്നു. ശ്രീദേവി രാഘവൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും രാഘവൻ്റെ സഹായത്തോടെ ബാബുരാജിന് ആയുർവേദ ചികിത്സ നടത്തുകയും ചെയ്യുന്നു. ബാബുരാജ് വളരെ പെട്ടെന്ന് തന്നെ അസുഖം ഭേദമായി പഴയ നിലയിലെത്തുന്നു. ബാബുരാജ് തൻ്റെ പഴയ ജോലിയിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു. പിടികിട്ടാപ്പുള്ളികളെ കണ്ടെത്തുവാനുള്ള ഒരു കേസാണ് അയാൾ എടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതിനിടയിലാണ് രാഘവൻ മിലിറ്ററിക്കാരനായ ആൻ്റണി ഐസക്കാണെന്ന് ബാബുരാജ് തിരിച്ചറിയുന്നത്. ഡെറാഡൂണിലെ ട്രെയിനിങ് സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പെട്ടുകിടന്ന ബാബുരാജിന് രക്തം നൽകി രക്ഷപ്പെടുത്തിയത് ആൻ്റണി ജോസ് ആയിരുന്നു. തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി ഒളിവിലായ ഒരു പിടികിട്ടാപ്പുള്ളി കൂടെയാണ് രാഘവൻ. ആ സമയത്ത് തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കസ്റ്റഡിയിലായ ആൻ്റണി അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ആൻ്റണി ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് പെട്ടെന്ന് തിരികെ വരേണ്ടി വന്നപ്പോൾ തൻ്റെ കിടപ്പുമുറിയിൽ തൻ്റെ ഭാര്യയെയും അവളുടെ കാമുകനെയും കാണാനിടയായി. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഉടലെടുത്ത ആക്രമണത്തിൽ ഉണ്ടായ വീഴ്ചയിൽ ചുമരിൽ തലയിടിച്ച് അയാളുടെ ഭാര്യ ലളിത മരിക്കുന്നു. കാമുകൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു പോയപ്പോൾ അറിയുന്നത് തൻ്റെ അനുജനായ അശോകനാണ് അയാളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാണ്. അതായത് അയാളുടെ ഭാര്യയായ ലളിതയുടെ കാമുകൻ അശോകായിരുന്നു എന്ന സത്യം അയാൾ മനസ്സിലാക്കുന്നു. ബാബുരാജ് മനസ്സിലാക്കുന്നത് രാഘവൻ തൻ്റെ ഭാര്യയെ കൊലപ്പെടുത്താനിടയായ ഭാര്യയുടെ കാമുകൻ അശോകനാണെന്ന് രാഘവൻ അറിയുകയും അശോകനെ കൊന്ന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നതുമാണെന്നും
അയാൾ ഊഹിക്കുന്നു. അശോകനെ രാഘവനിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബാബുരാജും ശ്രീദേവിയും ശ്രമിക്കുന്നു എങ്കിലും രാഘവൻ അശോകനെ കണ്ടെത്തി കൊലപ്പെടുത്തുക ചെയ്യുക തന്നെ ചെയ്യുന്നു. അതും ബാബുരാജിൻ്റെ മുൻപിൽ വച്ച് തന്നെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ബാബുരാജ് രാഘവനെ വെടിയേൽപ്പിക്കുന്നു എങ്കിലും അയാൾ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നു. ബാബുരാജ് ആൻ്റണിയെ വെടിവെച്ച് വീണു എങ്കിലും അയാൾ ബാബുരാജിന് നേർക്ക് വിലങ്ങിനായി കൈനീട്ടുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. സാമ്പത്തികമായി അല്ലെങ്കിൽ കൊമേഴ്സ്യലായി വൻ വിജയമൊന്നും നേടിയ ചിത്രമായിരുന്നില്ല എങ്കിലും മോഹൻലാലിൻ്റെ കരിയർ ഗ്രാഫ് ഉയർന്നു നിന്ന ഒരു സമയമായതിനാൽ ഈ ചിത്രം പ്രേക്ഷകർ ശ്രദ്ധിക്കപ്പെട്ടു, ജനശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രം തന്നെയായിരുന്നു. വൻ വിജയമൊന്നും നേടിയില്ല എന്നതൊഴിച്ചാൽ ചിത്രം വളരെ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നായി തന്നെ വഴിയോര കാഴ്ചകൾ അറിയപ്പെടുന്നു. കൂടാതെ സുരേഷ് ഗോപി എന്ന നടൻ്റെ ഉദയവും ഈ ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെയായിരുന്നു. അതിനു മുൻപും ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു വരികയായിരുന്നു. ഈ ചിത്രത്തിലും സുരേഷ് ഗോപിക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോൾ തന്നെയായിരുന്നു. വില്ലൻ റോളാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോൾ തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടേത്. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന ചിത്രത്തിലെ നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു സുരേഷ് ഗോപി. അതിന് തുടർന്ന് ഈ വഴിയോര കാഴ്ചകളിലും സുരേഷ് ഗോപി അത് തമ്പി കണ്ണന്താനം, മോഹൻലാൽ, ഡെന്നിസ് ജോസഫിൻ്റെ ടീമിൽ ഉടലെടുത്ത ഭൂമിയിലെ രാജാക്കളുടെ വൻ വിജയത്തിന് ശേഷം ഉടലെടുത്ത ഒരു ചിത്രമായിരുന്നു. സുരേഷ് ഗോപി, മോഹൻലാൽ ആ ചിത്രത്തിലുമൊക്കെ ഉൾപ്പെട്ടിരുന്നു. വൻ വിജയം നേടുകയും ചെയ്ത ചിത്രമായിരുന്നു. അതേ ടീമിനെ വെച്ച് തന്നെ വീണ്ടും എടുത്ത ചിത്രമാണ് വഴിയോര കാഴ്ചകൾ. ജനശ്രദ്ധ ആകർഷിച്ചു എങ്കിലും വൻ വിജയമൊന്നുമായി തീർന്നില്ല എങ്കിലും ജനശ്രദ്ധ ആകർഷിക്കുകയും നല്ലൊരു ചിത്രമായി അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു മോഹൻലാൽ ചിത്രവുമായി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.